അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അത്രയും പ്രയാസത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഒക്കെ കാരണം അതായിരുന്നു. ഞാൻ കുറേ കാലം മുമ്പേ യൂട്യൂബിൻ്റെ അക്കൗണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. കഷ്ടിച്ച് 1.5 മാസമായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പം യൂട്യൂബ് ചാനൽ ഇതാക്കിയിട്ട്. അപ്പം സബ് ഒന്നും വളരെ ലോ ആയിട്ടാണ് വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തന്നെ പറയാനുള്ളൂ. തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യും. പിന്നെ പലരും പരാതി പറയുന്നുണ്ട്, തിരിച്ച് സപ്പോർട്ട് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നില്ല. കമൻറ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആരോടും ദേഷ്യമോ വാശിയോ പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല വരാത്ത. സമയക്കുറവും ഞാനിന്ന് ജീവിക്കുന്ന അതിൻ്റെ ഒരു അവസ്ഥയും എല്ലാം വെച്ചിട്ടാണ് കേട്ടോ. ആരും അതിൽ ഒന്നും വിചാരിക്കരുത്. എൻ്റെ അടുത്ത് വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഫാമിലിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു 2 സെൻറ്റ് ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. എല്ലാവരും ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം അവരും വളരെ പ്രയാസത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പം ഇത്രയും പെട്ടെന്ന് ചാനലൊന്നതായി കഴിഞ്ഞാൽ പലരും യൂട്യൂബിലൂടെയൊക്കെ രക്ഷപ്പെട്ടു പോയ കഥകളൊക്കെ എനിക്കറിയാം. അപ്പം അധികമൊന്നും ആഗ്രഹിക്കുന്നില്ല. കുറച്ചെന്തെങ്കിലും റെൻ്റ് കൊടുക്കാൻ എങ്കിലും ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എൻ്റെ. അതിൽ പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് നിർത്തിപ്പോയാലോ, എല്ലാത്തിലും എനിക്കൊരു മടുപ്പ് തോന്നാണ്. എല്ലാത്തിൽ നിന്നൊരു ഉൾവലിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റാതെ ഒരു തരം മരവിപ്പ് മാത്രമാണ് ഇപ്പോൾ മനസ്സിൽ. ഒന്നിലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ജീവിതത്തിൽ. പക്ഷെ മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. 2 മക്കളുണ്ട്, ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ട്. പക്ഷേ ഹസ്ബൻഡിൻ്റെ പരമാവധി ഞങ്ങളെ നോക്കുന്നുണ്ട്. ആ പാവത്തിനെ കൊണ്ട് കഴിയുന്ന പോലെ നല്ല രീതിയിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. പട്ടിണിയില്ലാതെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതി. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പ് അതാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. 16 സബ് മാത്രമേ ഞാനിവിടെ ചാനലായിട്ട് വരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നുള്ളൂ. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക, അതന്നെ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക എല്ലാവരും. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ എല്ലാത്തവരെയും ഞാൻ സബ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ ഒന്നുമില്ല ഞാൻ സബ് ചെയ്തിട്ടില്ല. എല്ലാത്തവരും ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടൈമും വീട്ടിലെ ജോലിയും കാര്യമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പറ്റുന്ന ലൈവിലും ഒക്കെ ഞാൻ പോയിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ പലർക്കും പല രീതിയിലുള്ള പരാതികളാണ്. നമ്മൾ പോകുന്നില്ല, ലൈവ് കാണുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവിലും കമൻറ്റിലൊക്കെ വന്നിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. ആരും നമ്മുടെ അവസ്ഥയൊന്നും ആരും മനസ്സിലാക്കില്ല. അവർ പറയാനുള്ളത് അവർ പറഞ്ഞിട്ടിട്ട് പോകും. പക്ഷെ നമുക്ക് എത്രമാത്രം അത് എഫക്റ്റ് ചെയ്യുന്നൊന്നും ആരും ചിന്തിക്കില്ല. എല്ലാവരും എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടാൻ വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ വരുന്നത്, അറിയാം. പക്ഷേ ഒരു വീടില്ലാതെ നമ്മൾ അന്യൻ്റെ വീടുകളിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു സംഭവമാണ്. ഒരു സെൻറ്റ് ഭൂമി സ്വന്തം ഉണ്ടെങ്കിൽ അതിലൊരു ഷെഡ് മറിച്ച് വെച്ചിട്ടാണെങ്കിലും നമ്മുടെ മക്കളെയും കൊണ്ടിരിക്കുന്ന ആ ജീവിതം, അതും ഈ ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെ ജീവിക്കണം എന്ന് ആലോചിച്ച് മെൻ്റലി ഒരുപാട് തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണോ എനിക്കറിയില്ല.
ഫസ്റ്റ് ഞാനിതിൽ വന്ന സമയത്ത് സപ്പോർട്ട് ചെയ്ത ആളുകൾ എന്നെ പരിഹസിച്ചുകൊണ്ട് ഇരന്ന് വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അവരുടെ അടുത്തേക്കൊന്നും ഞാൻ പോവാറില്ല. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരോടെല്ലാം താങ്ക്സ്, 1000 താങ്ക്സ് കേട്ടോ, മറക്കില്ല. നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനും, ഇപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനും, ലൈവിൽ വരുന്നതും കമൻറ്റിലായാലും ഒക്കെ കേട്ടോ. ഈ യൂട്യൂബ് ഒന്ന് ഇതായി കഴിഞ്ഞാലെങ്കിലും എൻ്റെ ഇപ്പോഴുള്ള ഈ പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയില്ല, വണ്ടി എടുക്കാൻ പറ്റിയ സാഹചര്യമില്ല. രണ്ടുപേർക്കും കണ്ണിന് പ്രശ്നങ്ങളുണ്ട്. ലൈസൻസ്, സർജറി ഇല്ലാതെ ലൈസൻസ് കിട്ടില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രയാസങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.